ചെയ്യുമാറാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ രക്ഷിതാവും യേശുമിശിഹായുടെ തിരുപ്പിറവിയുടെ ആഘോഷം നടത്തുവാൻ തക്കവണ്ണം ലോകമൊക്കെയും വെമ്പൽ കൊള്ളുകയാണല്ലോ. ഈ ക്രിസ്മസിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പായി പരിശുദ്ധ സഭ എൽദാം നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നമ്മെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മളിൽ ക്രിസ്തു ഉരുവാകുവാൻ തക്കവണ്ണം ഉള്ളതായ ആത്മപ്രബോധനവും അതിനു വേണ്ടതായ ശുശ്രൂഷ നടപടികളും സ്വീകരിക്കുകയാണല്ലോ. ഈ ദിനങ്ങളിൽ ഈ പുതിയ 2024 ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്മസ് നൽകുന്ന ദൂത് എല്ലാ വർഷവും നാം കേൾക്കാറുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് എന്തെങ്കിലും അനുഭവമാകുന്നുണ്ടോ എന്ന് ഒരാത്മശോധന നടത്തുവാൻ തക്കവണ്ണം ഈ സമയം ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്നത് എന്താണ്? ലോക ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചവനായ മശിഹാ തമ്പുരാൻ ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ക്രിസ്തു എന്നിലും നിങ്ങളിലും ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി തീരുകയാണ്. ഇതാണ് പലരുടെയും ജീവിത അനുഭവങ്ങൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിതാവാം ദൈവത്തിന്റെ ദൈവികമായ സ്നേഹത്തിന്റെ നിറകുടമായ ക്രിസ്തു നമ്മളിൽ ഉരുവാകുമ്പോൾ ആ ദൈവിക സ്നേഹമുള്ളവരായി നമ്മൾ മാറുകയാണ്. അതിൻ്റെ ആ സന്തോഷത്തിന്റെ അനുഭവമാണ് ഈ ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നക്ഷത്ര വിളക്കുകൾ നാം തൂക്കുന്നു, സ്നേഹത്തോടെ നമ്മൾ സമ്മാനങ്ങൾ കൈമാറുന്നു, അതുപോലെ തന്നെ പരസ്പരം ഒത്തുചേരുന്നു. അങ്ങനെ ലോകമൊക്കെയും വലിയ ആഹ്ലാദ തിമിർപ്പിലാണ്. എന്താണ് മാനവജാതിക്ക് വേണ്ടി ദൈവം സ്വർഗം ചായച്ചിറങ്ങി വന്ന് നമുക്ക് നൽകിയ ആ മഹാരക്ഷയുടെ ആ വലിയ സന്തോഷത്തെ നമ്മൾ അനുഭവിക്കുക. യഥാർത്ഥത്തിൽ ഈ ഒരു അനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് സത്യമാണ്. ക്രിസ്തുമസിന്റെ ദിനം അല്ലെങ്കിൽ കർത്താവ് ജനിച്ച ആ രാത്രിയിൽ ദിവ്യമാലാഖമാരുടെ ആ സ്വർഗീയ ഗാനം നമുക്കറിയാം. അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ സ്വർഗീയ സമാധാനം ഇന്ന് ലോകത്ത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതായ അനുഭവത്തിലുള്ള അനുഭവം, അതുപോലെ തന്നെ ഓരോ മതങ്ങൾ തമ്മിലുള്ളതായ പോരാട്ടം, അതുപോലെ കുടുംബ അംഗങ്ങൾ തമ്മിൽ ഇങ്ങനെ എവിടെ നോക്കിയാലും പരസ്പരം കലഹത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ ഈ സ്വർഗീയ സമാധാനം നമുക്ക് എങ്ങനെ സാധ്യമാക്കുവാൻ സാധിക്കും എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. എന്താണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? നമ്മെ ദൈവികരാക്കുവാനാണെന്ന് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അത്താനാസിസ് പിതാവ് നമ്മെ പഠിപ്പിക്കുക. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരാകുവാനാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മൾ ദൈവിക സ്വഭാവത്തിലേക്ക് വളരുകയാണ്. ഫ്രാൻസിന്റെ പേട്രൺ സെയിന്റ് ആയിരിക്കുന്ന ജോഹാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ധീര വനിത കേവലം 19 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി. ആ പിതാവ് പറയുകയാണ്, ആടുമേയ്ക്കുവാന് അതുപോലെ കാർഷിക കാര്യങ്ങൾ താല്പര്യപ്പെടുവാൻ പറയുമ്പോൾ ഇംഗ്ലീഷുകാരോടുള്ള യുദ്ധത്തിൽ ഫ്രഞ്ച് ജനത അനുഭവിക്കുന്ന ക്ലേശം മനസ്സിലാക്കി രാജ്യത്തിനു വേണ്ടി പടപൊരുതുവാൻ തക്കവണ്ണം അവൾ സന്നദ്ധയായി. അങ്ങനെ ധീരമായി പോരാടി ഈ ഫ്രഞ്ച് ജനതയെ വലിയ മുന്നേറ്റത്തിലേക്ക് നയിക്കുമ്പോൾ ഈ ഇംഗ്ലീഷുകാര് അവളെ അബദ്ധത്തിൽപ്പെടുത്തി ചുട്ടുകൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ വെറും 19 വയസ്സുകൊണ്ട് ആ ധീരമായ പെരുമാറ്റങ്ങളിലൂടെ ആ ജനത ഇന്നും, അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റ് 15 എന്ന് പറയുന്ന പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പ ആ വനിതയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുക. അങ്ങനെ ഫ്രഞ്ച് ജനതയുടെ വിശുദ്ധയായി
അല്ലെങ്കിൽ സെയിന്റ് വിശുദ്ധ ആയിട്ട് തീരുകയും അന്നും അവരെ ഓർക്കപ്പെടുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ ജീവിതകാലത്ത് നമുക്ക് ഈ ലോകത്തിലെ മനുഷ്യർക്ക് കാണുവാൻ തക്കവണ്ണമുള്ള സാക്ഷ്യങ്ങൾ നമ്മളിവിടെ അവശേഷിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് പറയുകയാണ്. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചതിന്റെ ലക്ഷ്യം നമുക്കറിയാമല്ലോ. താൻ ഒരു വിശുദ്ധ കുർബാനയായി ലോകത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ, മുറിക്കപ്പെടുവാൻ, ബലിയാകുവാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നതുപോലെ നമ്മുടെ ജീവിതവും ഈ ലോകത്തിനു വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി യാഗമായി സമർപ്പിക്കപ്പെടുന്നത് വഴി ലോക ജനത അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുകയാണ്. കർത്താവ് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തമ്പുരാനെ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിട്ട്, നമ്മളും ആ ക്രിസ്തുവായി ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള അനുഭവം കൈവരുത്തുമ്പോൾ ആ ജീവിതം വഴി നമുക്കും നമ്മളോട് ബന്ധപ്പെടുന്ന അനേകർക്കും ആ ദൈവികമായ പ്രകാശം കൊടുക്കുവാന്, ദൈവരാജ്യത്തിലേക്ക് അവകാശികളായി തീരുവാന് ഈ നോമ്പനുഷ്ഠാനം, ഈ ക്രിസ്മസ് ആചരണം നമുക്ക് ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകാൽ പാമ്പാടി സെന്റ് ജോൺസ് ചെറിയ പള്ളിയുടെ മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ തിരുപ്പിറവി സന്ദേശം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ഉചിതമായി ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുന്ന, അതിൻ്റെ പ്രധാന ചുമതലപ്പെട്ടവരായിരിക്കുന്ന മാട്ടേൽ അനീഷ് ജോർജ്, തുമ്പയിൽ അരുൺ ടി ജോൺ, അതുപോലെ തയ്യടയിൽ അജയ്, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. എല്ലാവിധ ദൈവ നന്മകൾ അവർക്ക് ലഭിക്കട്ടെ. 2025 എന്ന പുതുവർഷം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഈ ക്രിസ്മസ് യഥാർത്ഥമായ ആ ക്രിസ്മസിന്റെ അനുഭവത്തോടെ നമുക്ക് ആഘോഷിക്കുവാനും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജാതനാകുവാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.